Hi dears, welcome back to our channel Anu Simply Beauty. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവൂലേ. ഓക്കെ, സാരി ട്രാപ്പിംഗ് ആണ്. അതായത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഈസി ട്രിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു 1 മിനിറ്റ് സാരി ട്രാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ഏത് സാരി വേണേലും നിങ്ങൾക്ക് ഇതുപോലെ ഉടുത്ത് നോക്കാം. ഓണത്തിൻ്റെ ആ ഒരു സെറ്റ് സാരി മാത്രമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതൊരുപോലെ യൂസ് ചെയ്യാം. അതായത് കോളേജ് പിള്ളേരും അതുപോലെ തന്നെ ഏജുള്ള ആളുകളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ടിപ്പാണ് നമ്മൾ പറയുന്നത്. ഈസി ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത്. നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതേ ഞാനിവിടെ ഉടുക്കാനായിട്ട് സെറ്റ് സാരി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റ് സാരിക്ക് ഞാൻ തെറ്റത്ത് തന്നെ ഉടുക്കണ ആ ഒരു തെറ്റത്ത് തന്നെ ചെറിയൊരു കെട്ട് കെട്ടിയിട്ടാണ് കേട്ടോ ഉള്ളോട്ട് ഉടുക്കണത്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് അതൊന്ന് കഴിഞ്ഞു പോരത്തില്ല, ഒരു ബലം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഏത് സാരി ആണെങ്കിലും ഉടുക്കുമ്പോൾ അങ്ങനെ ഒരു തെറ്റത്തൊരു ചെറിയ കെട്ട് കെട്ടിയിട്ടാണ് ഉള്ളോട്ട് ഉടുക്കാറുള്ളത്. ഓക്കെ, അപ്പം ഞാനിതാ നമ്മൾ സാരി ഉടുക്കണ പോലെ തന്നെ ഒരു ചുറ്റി ഇനി നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ ഫ്രണ്ടിലത്തെ ഞൊറിക്ക് വേണ്ടിയിട്ട് സൈഡിലൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിലത്തെ ഞൊറിക്ക് വേണ്ടി നമ്മൾ ഇതേപോലെ സൈഡിലൊന്നിങ്ങനെ കുത്തി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് എത്ര ഞൊറി വേണമെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു ചുറ്റുകൂടെ ചുറ്റിയിട്ട് മുന്താണി നമുക്ക് എത്ര നീളം വേണമെന്ന് നോക്കിയതിന് ശേഷം ബാക്കി ഭാഗമാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് ഞൊറി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് കേട്ടോ എടുക്കാറുള്ളത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് കേട്ടോ എടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ സാരി ഉടുക്കുമ്പോൾ എപ്പോഴും വലത്ത് ഭാഗത്തു നിന്നാണ് ഉടുക്കാറുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഫ്രണ്ടത്തെ ഞൊറിക്ക് വേണ്ടിയിട്ട് അവിടെ വയ്ക്കാം കുറച്ച് ഭാഗം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മുന്താണിയുടെ ഭാഗം ഒന്ന് ഞൊറി എടുത്ത് കൊടുക്കാം. ഈ ഒരു ഞൊറി ഞാൻ എടുക്കുന്നത് നമ്മൾ മുന്താണിയുടെ ആ ഒരു ഭാഗം മൊത്തമായിട്ട് ഇങ്ങനെ നോർത്തിയിട്ട് 2 ഭാഗമാക്കി വെക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേ കൂട്ട് 2 ഭാഗമാക്കി വെക്കുക. മനസ്സിലായോ? മുന്താണിയുടെ ഭാഗമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഇടത്ത് ഭാഗത്തുനിന്ന് നമ്മൾ ഞൊറി ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയ ഞൊറി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, ചെറിയ ഞൊറി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം പാകത്തിനായിട്ടുള്ള ഞൊറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഞൊറി ഇട്ടതിന് ശേഷം ഫ്രണ്ടിൽ ഭാഗത്തുള്ള ആ ഒരു ഞൊറി മാത്രമായിട്ട് നമ്മളൊന്ന് നല്ല രീതിക്കൊന്ന് എടുക്കുക കേട്ടോ. ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഫ്രണ്ടിലത്തെ ഞൊറി മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള ഞൊറിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് നല്ല രീതിക്ക് തന്നെ ഞൊറി എടുത്ത് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ പിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ രീതിയിലാണ് കേട്ടോ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടില്ലേ, നമുക്ക് ഞൊറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് പിൻ ചെയ്യുക കേട്ടോ. പിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു ഞൊറി എടുത്തത് പെട്ടെന്ന് അങ്ങ് അയഞ്ഞു പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ ഞൊറികളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ഞൊറി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ ഫ്രണ്ടിലത്തെ ആ ഒരു സൈഡത്തെ ഭാഗം, ഇടത്ത് ഭാഗത്തെ ഭാഗം ഞാനിത് അയച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു താഴെ നിന്ന് നമ്മൾ മേലോട്ടേക്ക് ഒരു 2-3 ഞൊറി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് നല്ല ഭംഗിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 4-5 ഞൊറി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു 2-3 ഞൊറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അവിടെ പിന്ന് കുത്തിയതിന് ശേഷം നമ്മളത് ഉള്ളോട്ടേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബാക്കി വരുന്ന ഭാഗം നന്നായിട്ട് ഞൊറികൾ എടുത്തതിന് ശേഷം ഉള്ളോട്ടേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ദേ കണ്ടില്ലേ,
ബാക്കി വരുന്ന ഭാഗം നമ്മൾ സാധാരണ എങ്ങനെയാണോ ഞൊറികൾ എടുക്കുന്നത് അതേപോലെ തന്നെ ഞൊറികൾ എടുത്തതിന് ശേഷം ഉള്ളോട്ടേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അവിടെ ഞൊറികൾ എടുത്തതിന് ശേഷം പിന്ന് കുത്തി കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്ന് കുത്തി കൊടുക്കാറുണ്ട്. പൊതുവേ ഞാൻ ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷമാണ് ഉള്ളോട്ടേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ദേ നമ്മുടെ 1 മിനിറ്റ് ഈസി സാരി ട്രാപ്പിംഗ് ഇവിടെ കഴിഞ്ഞു. പിന്നെ ബാക്കി ബാക്കിൽ വരുന്ന ആ ഒരു ഭാഗം ഞാൻ അവിടെ തന്നെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതേ നല്ല വൃത്തിയായിട്ട് നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും കേട്ടോ. വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നില്ലേ? പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് നമ്മുടെ അസ്വി മലയാളത്തിൽ അശ്വതിക്കുട്ടി ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഇതിന് ബ്ലൗസൊക്കെ ഇട്ടിട്ട് വരാം. എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത് നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ദേ ഞാൻ ബ്ലൗസൊക്കെ ഇട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് മീഷോന്ന് വാങ്ങിച്ച ബ്ലൗസാണേ. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, എത്ര സാരി ഉടുക്കാൻ അറിയാത്തവരാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സാരി ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാരി ഉടുത്ത് കഴിയും. ഓക്കെ, എങ്ങനെയുണ്ട്, കൊള്ളാവോ മൊത്തത്തിൽ? പിന്നെ ഈ ഒരു ബ്ലൗസ് അല്ല കേട്ടോ ശരിക്കും ഇതിൻ്റെ, ഞാൻ പിന്നെ ഏകദേശം ഒപ്പിച്ചങ്ങ് എടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പം ഞാൻ ചെറിയ രീതിക്കൊരു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. എങ്ങനെയുണ്ട് ലുക്ക് എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സാരി ട്രാപ്പിംഗ് ഈസി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു മെത്തേഡ് ഞാൻ അസ്വി മലയാളത്തിൻ്റെ കണ്ടിട്ടാണ് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നിയത് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ 1 മിനിറ്റോട് നമുക്ക് സാരി ട്രാപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. ഈ ഒരു ഈസി ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.